ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. പൊതുപണിമുടക്കിന്റെ ഭാഗമായി UDTU കൊച്ചി മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. പൊതുപണിമുടക്കിന്റെ ഭാഗമായി UDTF കൊച്ചി നിയോജക മണ്ഡലം കമ്മിറ്റി തോപ്പുംപടിയിൽ പ്രതിഷേധ സംഗമം നടത്തി. STU ജില്ലാ സെക്രട്ടറി റഷീദ് കായ്ക്കര അധ്യക്ഷത വഹിച്ചു. എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് സിയാസ് ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൃഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലുള്ള സഹായങ്ങളും ഉറപ്പുകൊടുത്തിട്ടാണ് കർഷക സമരം അവസാനിപ്പിച്ചത്. പക്ഷേ ആ കർഷകരുടെ ന്യായമായ ആവശ്യങ്ങൾ പോലും അംഗീകരിച്ചു കൊടുക്കാൻ വർഷങ്ങൾ എടുത്തിട്ടും ഇതുവരെയും പറഞ്ഞ വാക്കിന് വിലയില്ലാത്ത പ്രധാനമന്ത്രിയും മന്ത്രിമാരുമായി ഇന്ന് മാറുകയാണ്. രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, എത്രയോ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ഇന്ന് വിറ്റഴിക്കപ്പെടുന്നത്. അതിനുവേണ്ടി പ്രത്യേകം വകുപ്പുകൾ രൂപീകരിച്ച് മന്ത്രിമാരെ തീരുമാനിച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുന്ന ഒരു സമരത്തിലേക്ക്, ഒരു നയത്തിലേക്ക് ഇന്ന് രാജ്യം മാറുകയാണ്. നമ്മുടെ ജില്ലയിൽ തന്നെയുള്ള ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ആസ്തിയുള്ള, ആയിരക്കണക്കിന് ഔട്ട്ലെറ്റുകൾ ഉള്ള, നിരവധി റിഫൈനറികളുള്ള BPCL പോലെയുള്ള ആ ഏറ്റവും വലിയ ലാഭത്തിൽ പോകുന്ന പൊതുമേഖലാ സ്ഥാപനം പോലും വിറ്റഴിക്കാനുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമമാണ് BJP സർക്കാർ നടക്കുന്നത്. UDF ചെയർമാൻ മുഹമ്മദ് ജലീസ് സ്വാഗതം ആശംസിച്ചു. UTC ജില്ലാ സെക്രട്ടറി KB ജബ്ബാർ, HMS സംസ്ഥാന കമ്മിറ്റി അംഗം രാജേഷ്, NK നാസർ, KM റഹീം, ജോൺ പയേരി, PP ജേക്കബ്, അബ്ദുൽ ഗഫൂർ, അബ്ദുൽ ഖാദർ ജബ്ബാർ, ഷബീർ പൂവത്ത്, അഗസ്റ്റസ് സിറിൽ, KC ടോമി, TB ഷാജി, നടരാജൻ, AM അയ്യൂബ്, KK നദീർ, നൌഷാദ് KR, KK താഹ തുടങ്ങിയവർ സംസാരിച്ചു. ഒരു മണിക്കൂർ ഇന്ത്യ രാജ്യം ഒന്ന് സ്തംഭിച്ചാൽ കോടികളാണ് നഷ്ടമെന്ന് നമുക്കറിയാം. പക്ഷേ ഒരു പണിമുടക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടി ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന് തലപ്പത്തിലിരിക്കുന്നവർ ഒത്തിരി പ്രാവശ്യം ഈ ഭരണത്തിന്റെ അധികാരികളോട് പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾ പണിമുടക്കിലേക്ക് കടക്കും, അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കരുത് എന്ന് പറഞ്ഞിട്ട് അവർ ലവലേശം പോലും അതിന് വില കൊടുത്തില്ല എന്നുള്ളതാണ് സത്യം. ന്യൂസ് ബ്യൂറോ തോപ്പുംപടി.